സർക്കാർ 10 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട മാവോയിസ്റ്റ് ഭീകരനെ വധിച്ച് ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഒന്ന് അടങ്ങിയെങ്കിലും രാജ്യാതിർത്തിയിൽ വൻ സുരക്ഷാ കവചങ്ങൾ ഒരുക്കി കാര്യക്ഷമതയോടെ കാത്തിരിക്കുകയാണ് സേന. ജാർഖണ്ഡിലെ ലത്തേഹാറിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവിനെ വധിച്ച് സുരക്ഷാ സേന. സർക്കാർ 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന പപ്പു ലോഹറ എന്ന മാവോയിസ്റ്റ് നേതാവാണ് കൊല്ലപ്പെട്ടത്. ഇയാൾ ജാർഖണ്ഡ് ജൻമുക്തി പരിഷത്ത് എന്ന വിമത മാവോയിസ്റ്റ് സംഘടനയുടെ നേതാവായിരുന്നു. ഏറ്റുമുട്ടലിൽ ഇയാൾക്കൊപ്പം സർക്കാർ 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന സഹായി പ്രഭാത് ഗഞ്ചുവും കൊല്ലപ്പെട്ടു. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്നാമനെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് ഇൻസാസ് റൈഫിൾ കണ്ടെടുത്തതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിലെ മാവോയിസ്റ്റ് നേതാവായ നമ്പാല കേശവ് റാവു എന്ന ബസവരാജുവിനെ വധിച്ച് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഏറ്റുമുട്ടൽ നടന്നത്. നാരായൺപൂർ ബിജാപൂർ അതിർത്തിയിൽ 50 മണിക്കൂറോളം നീണ്ടുനിന്ന വെടിവയ്പ്പിനൊടുവിലാണ് ബസവരാജു കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടലിൽ 27 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു. കേന്ദ്ര സൈനിക കമ്മീഷന്റെ തലവനായിരുന്ന ബസവരാജു പിന്നീട് മാവോയിസ്റ്റ് സംഘടനയുടെ ഭാഗമാവുകയായിരുന്നു. തലയ്ക്ക് 1.5 കോടി പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന ബസവരാജുവിനായി ദേശീയ അന്വേഷണ ഏജൻസിയും തെലങ്കാന, ആന്ധ്രാപ്രദേശ് പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ മഹാരാഷ്ട്രയിൽ പോലീസും CRPFും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിടയിൽ 4 മാവോയിസ്റ്റുകളെ വധിച്ചു. മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തിക്ക് സമീപം ഗഡ്ചിരോളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 12 C-60 കമാൻഡോ സംഘവും ഒരു CRPF യൂണിറ്റും ഉൾപ്പെടെ 300ഓളം പേരാണ് ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ അതിർത്തിയിൽ ഭീകരർക്കു വേണ്ടി നേപ്പാളും ഇന്ത്യയും സംയുക്തമായി തിരച്ചിൽ നടത്തിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ. അതുകൂടാതെ ഗുജറാത്തിലെ ബനസ്കന്ത ജില്ലയിൽ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ അതിർത്തി സുരക്ഷാ സേന വെടിവെച്ചു കൊന്നു. അന്താരാഷ്ട്ര അതിർത്തി കടന്ന് അതിർത്തി വേലിയിലേക്ക് ഒരു വ്യക്തി സംശയാസ്പദമായി നടന്നെടുക്കുന്നത് സൈനികർ കണ്ടതായി BSF പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. വിലക്കിയെങ്കിലും മുന്നറിയിപ്പുകൾ അവഗണിച്ച് പാക് ചാരൻ മുന്നോട്ട് നീങ്ങിയതോടെ സൈന്യം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടിയെ തുടർന്ന് അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലായിരുന്നു സംഭവം. മാത്രമല്ല, ഇന്ത്യ നേപ്പാൾ അന്താരാഷ്ട്ര അതിർത്തിയിൽ നേപ്പാൾ സായുധ സേനയും ഇന്ത്യൻ സേനയും വെള്ളിയാഴ്ച സംയുക്ത പട്രോളിംഗ് നടത്തിയതായി റിപ്പോർട്ട് വന്നിരുന്നു. ഇന്ത്യയും നേപ്പാളും 1700 കിലോമീറ്ററോളം അതിർത്തിയാണ് പങ്കിടുന്നത്. ഇവിടങ്ങളിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും വനത്തിലുമായിട്ടായിരുന്നു പരിശോധന. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ നേപ്പാൾ സൈന്യം തങ്ങൾക്കൊപ്പമാണെന്ന് SSB കമാൻഡർ ഗംഗാ സിംഗ് വ്യക്തമാക്കി. വളരെ അടുത്ത ബന്ധമാണ് നേപ്പാൾ സൈന്യവുമായി പുലർത്തുന്നത്. ഇരു രാജ്യങ്ങളുടെയും ഏകോപന യോഗങ്ങൾ എല്ലാ മാസത്തിലും നടക്കുന്നുണ്ട്. അവർക്ക് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങൾ തങ്ങളുമായി പങ്കിടാറുണ്ട്. സംശയിക്കപ്പെടുന്നതുവരെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ തങ്ങളും ഇത്തരത്തിൽ രഹസ്യ വിവരങ്ങൾ പങ്കിടാറുണ്ടെന്നും SSB പറഞ്ഞതായിട്ടും ചില മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.